ഹായ്, എന്താ വിശേഷം? സുഖല്ലേ? ഞാൻ നിങ്ങളോട് ചോദിച്ചിരുന്നു, നോമ്പൊക്കെ ആയി, ബറാത്തൊക്കെ ആയി, ഇനി എന്താ പരിപാടി? ചില ആളുകളൊക്കെ അമ്പലത്തിൽ കൂടെ ഒക്കെ കയറി ഇനിയിപ്പോ പ്രത്യേക ഒരു ഭക്തി, പ്രത്യേക ഒരു മതസ്നേഹമൊക്കെ ഉണ്ടാവും എന്നുള്ളതൊക്കെ ഞങ്ങളോട് പറഞ്ഞിരുന്നു. സംഭവം ഇനി നേരെ ഉൾട്ടായിട്ട് വേറൊന്ന് വന്നിക്കണു. ഒന്ന് കണ്ടോക്കാണി. എല്ലാവർക്കും സ്നേഹസലാം. അപ്പൊ ഇന്ന് ബറാത്താണ്. അപ്പൊ രാവിലെ തന്നെ എണീറ്റു, കുളിച്ചു, നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ ഞാൻ കിച്ചണിലേക്ക് കയറി. കാരണം നോമ്പുള്ളത് കൊണ്ട് തന്നെ നോമ്പിനുള്ള എല്ലാ ഐറ്റംസുകളും ഉണ്ടാക്കണമായിരുന്നു. ബറാത്ത് നോമ്പ് എന്ന് പറയുമ്പോൾ ഒരുപാട് വർഷത്തെ പാപങ്ങൾ പുറത്തപ്പെടുന്ന ഒരു നോൽബാണ്. അതുകൂടാണ്ട് തന്നെ ഒരുപാട് വർഷത്തെ പാപങ്ങൾ പൊറുക്കുകയാണ്. അപ്പൊ കൊല്ലത്തില് ഈ ഒരൊറ്റ നോമ്പാണ് നോറ്റാൽ മതിയല്ലോ. ഒരുപാട് വർഷത്തെ പാവങ്ങളാണ് പൊറുക്കും. അപ്പൊ ഈ വറാത്ത് വരുന്നതിന്റെ മുമ്പ് എന്ത് തമ്മാടിത്തരങ്ങളും ചെയ്യാം, അല്ലെ? ഒന്നല്ലെന്നുണ്ടെങ്കിൽ ഒരു ആണായി ജനിച്ച് ആണായി വളർന്ന ഒരു പെണ്ണും കെട്ടിയ ഇജി മാക്സിം ചുരിദാറിട്ട് നടന്നിട്ട് ഇനിയിപ്പൊ വറാത്ത് നോമ്പ് വരണം, എന്റെ പാപങ്ങൾ അങ്ങോട്ട് പൊറുക്കാം, അല്ലെ? ബാക്കി പറയാം. ഗുണങ്ങളുള്ള ഒരു നോമ്പും കൂടിയാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് നോമ്പ് എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. കാരണം കുറേ നേരത്തെ ഫാസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് ഫ്രീ ആയതിൻ്റെ ശേഷം നമുക്ക് നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ച് പിന്നെ മൈൻഡൊക്കെ ഒന്ന് ഓക്കെ ആക്കി റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റുന്നതാണ്. നോമ്പ് എടുക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ സ്കിന്നിനാണെങ്കിലും നമ്മളുടെ ബോഡിക്കാണെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞത് അതും തമ്മിൽ ഒരു പൊരുത്തമല്ല. പാപങ്ങൾ പൊറുക്കും, സ്വർഗത്തിൽ പോകും, അതൊക്കെ പറഞ്ഞപ്പോ അതിന്റെയൊക്കെ എന്തോ ഒരു പൊരുത്തക്കേട. പക്ഷെ സത്യജി പറഞ്ഞതുകൊണ്ട് കുഴപ്പമില്ല, സ്കിന്നിന് നല്ലതാണ്. അപ്പോൾ സ്കിന്നിന് വേണ്ടിയിട്ട് ഓനൊരു നോമ്പ് പിടിച്ചിരിക്കുകയാണ്. ബാക്കി പറയാം. അതാണ് കേട്ടോ. അപ്പോൾ ഞാൻ സ്നാക്സിനുള്ള ഐറ്റംസുകളൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട്. ഞാൻ എല്ലാം ആദ്യം തന്നെ അങ്ങ് കട്ട് ചെയ്ത് ഞാൻ ആകെ എടുത്ത് വെക്കും. കാരണം പിന്നീട് അത് തെറിയണം. എല്ലാം ആദ്യം തന്നെ കട്ട് ചെയ്ത് എന്ന് പറയാന്നല്ലാതെ ഇതുവരെ കട്ട് ചെയ്തതായിട്ട് ആരും ഒന്നും അറിഞ്ഞിട്ടില്ല, അല്ലെ? ഇതിന് മുമ്പ് കുറെ പോയി അവിടെയും ഇവിടെയും കടന്നു. ദപ്പ കട്ട് ചെയ്യും, ദാ കട്ട് ചെയ്യണു, ദാ കട്ട് ചെയ്ത് വന്നു, ഇതൊക്കെ പറഞ്ഞു. അവസാനം അതൊക്കെ പൊളിഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസം കട്ടിങ്ങിന്റെ കാര്യമൊക്കെ അവിടെ നിർത്തി. ബാക്കി പറയാം. തരണം. അങ്ങനത്തെ പ്രശ്നത്തിനൊന്നും പോകണ്ടല്ലോ. ഇതാകുമ്പോൾ പെട്ടെന്ന് പടപെട്ടെന്ന് പണിയും കഴിയും. അപ്പോൾ ഞാൻ സ്നാക്സ് ഒക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പുറത്ത് ബിരിയാണി മസാല റെഡിയാക്കുന്നുണ്ട്. ഈ കാടമുട്ട റോസ്റ്റ് ഒരു പൊളി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ മസാലയുടെ ചിക്കനൊക്കെ ഇട്ട് കൊടുത്ത് ഞാൻ ബിരിയാണിയുടെ മസാല ഞാൻ കുക്കറിൽ വേവിച്ച് പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കണമല്ലോ. കാരണം ഞാൻ ഓൾറെഡി ഫ്രൂട്ട്സ് മുറിക്കുന്ന സമയത്ത് തന്നെ ഇവിടെ ബാങ്ക് കൊടുത്തായിരുന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷമാണ് വീണ്ടും ഞാൻ എല്ലാം റെഡി ആക്കിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ തന്നെ ആശി ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. പോയത് വരാന് ആശി ആ തൊടുവ് കൂടി അല്ലെങ്കിൽ എന്റെ ചുരിദാറിന്റെ മൂട്ടിലും ഉണ്ടാവും. ഓ എന്താ വല്ല പണിക്കും തൊഴിലും പോകുന്നുണ്ടോ? ആശി വന്നു എന്നൊക്കെ പറയുന്നിട്ട് തോന്നുന്നു. ആശി രാവിലെ അവര് സുബൈക്ക് നീച്ചിട്ട് പഠിക്ക് വയ്ക്കുകയാണ്. ഇനിയിപ്പോൾ വൈകുന്നേരം വന്നിക്കുകയാണ് എന്നുള്ളത്. ഞാനും കൂടി ഒരുമിച്ചാണ് ഇപ്പോൾ നോമ്പ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും ഐറ്റംസുകളൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ജ്യൂസ് മുസംബി ജ്യൂസ് ആയിരുന്നു, അതും കുടിച്ചു. മാഷാല്ലാ അടിപൊളിയായിരുന്നു. ഓൻ ഉണ്ടാക്കിയത് എല്ലാതും അടിപൊളിയാക്കാരം, ഓടുന്നത് എല്ലാം അടിപൊളിയാക്കാരം. ഈ അടിപൊളി എന്ന് പറയുന്നതും ഓൻ തന്നെയാണ്, വേറെ ആരുമല്ല. പിന്നെ പൊന്നാര ചങ്ങായി, എനിക്ക് എന്നോട് പറയാനുള്ള ഒരു കാര്യം എന്താ അറിയോ? നോമ്പ് എന്ന് പറയുന്നത് തിന്നാനുള്ള മാസമല്ല, മനസ്സിലായോ? തിന്നാതിരിക്കാനുള്ള മാസമാണ്. അത് ജാതി മനസ്സിലാക്കുക. ഇതൊരു നോമ്പിന്റെ പേരിലും പറഞ്ഞ ഇക്കണ്ട സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അത് ഇരുന്ന് തിന്നുക. പിന്നെ മാത്രമല്ല, അത്യാവശ്യം പ്രായമൊക്കെ ആയിക്കണിപ്പോ, പഴയ മാതിരിയല്ല. അപ്പോൾ പ്രഷർ, ഷുഗർ, പ്രമേഹം മുതലായവയൊക്കെ വരേണ്ടത് ഉള്ള ഒരു ഏജ് പണക്ക് ആയിക്കണല്ലോ. ഇപ്പൊ തന്നെ 45 46 എന്തോ ആയില്ലേ. അപ്പൊ ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കൊണ്ടു. ശരീരമൊക്കെ നന്നായിട്ട് നോക്കണം. പഴയ മാതിരിയുള്ള ആ ചാടിക്കളിച്ചിലൊക്കെ ഒന്നാണ് നിർത്തിക്കളാം കേട്ടോ. ആശിയുടെ നോക്കണ്ട. ആശി ഇപ്പോഴും ചെറുപ്പാണെന്ന് പറഞ്ഞിട്ട് ഇജ് നോക്കണ്ട. കാരണം അതൊരു ചെറിയ ചെക്കനാ. ഇജ് അങ്ങനെയല്ല. ഒരു പെണ്ണ് കെട്ടി അതിനെ ഒഴിവാക്കി കുറെ കാലം ദുബായി കൂടെ നടന്ന് പിന്നെ ഈ ചെറുക്കൻ്റെ കയ്യിൽപ്പെട്ടിട്ട് ഇപ്പൊ ഇജ് മാക്സി ഇട്ടിട്ട് കുറച്ച് മേക്കപ്പും ചെയ്ത് 2 ഒട്ടത്തേങ്ങയും വെച്ചിട്ട് പെണ്ണാണെന്നും പറഞ്ഞിട്ട് ആ പ്രായം അവിടെ നിൽക്കൊന്നുമില്ല. അത് ഇങ്ങനെ കയറിയും കൊണ്ട് നിൽക്കും. പ്രായത്തിനറിയില്ല എൻ്റെ മേക്കപ്പാണിതെന്ന്. അതുകൊണ്ട് ഹെൽത്ത് നല്ല ശ്രദ്ധിക്കുന്നുണ്ട്. പോട്ടെ എന്നാ, ശരി.